ഹലോ, അപ്പം നമുക്ക് ഒരു നാരങ്ങ അച്ചാർ ഇട്ടാലോ? നമുക്ക് അതിൻ്റെ പണി തുടങ്ങാവേ. നമുക്കൊരു നാരങ്ങ അച്ചാർ ഇടാം കേട്ടോ. ഞാൻ എല്ലാത്തിനും RSൻ്റെ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒലിവ് ഓയിൽ. കൊളസ്ട്രോൾ കാണും ഇതിനകത്ത്. നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാകത്തില്ല നമ്മുടെ ശരീരത്തിൽ. എനിക്ക് പണ്ട് ഹൈ ലെവലായിരുന്നു കൊളസ്ട്രോൾ. ഇപ്പം ദൈവം സഹായിച്ച് ഇത് കഴിച്ച് തുടങ്ങി പിന്നെ കൊളസ്ട്രോൾ ഇല്ല. ഉലുവയും കൂടെ എടുത്ത് വെക്കാം. എല്ലാം എടുത്ത് അടുപ്പിച്ച് നമുക്ക് വയ്ക്കാം. അപ്പം ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണേ. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾക്ക് വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്. അപ്പം നമുക്കിത് ഒന്നിച്ചിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി കൂടി ഞാൻ ഒന്നിച്ചിടുവാണ്. അതിനകത്ത് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് മൂക്കാൻ വേണ്ടി. കറിവേപ്പില ഇട്ട് കൊടുക്കാതെ. അപ്പം അത് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് നാരങ്ങ അരിഞ്ഞാലോ? നമുക്ക് നാരങ്ങ അരിയാവേ. ഞാൻ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാവേ. അപ്പം അതും ഇട്ട് കൊടുത്തു. നമുക്ക് നാരങ്ങ ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നാരങ്ങ വേവിച്ച് 1/2 കിലോ വാങ്ങിച്ചുള്ളൂ. വേവിച്ചല്ല, പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആവിയിൽ ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിനെ ഞാനൊന്ന് കണ്ടിച്ചെടുക്കുകയാണ്. സിമ്പിളല്ലേ അച്ചാറൊക്കെ എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നു. പിന്നെ നമുക്ക് ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരിയുന്നൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പെട്ടെന്നുണ്ടാക്കുന്നു. നമുക്കിപ്പോൾ നമുക്കൊരു കറി ഇല്ലെങ്കിൽ പോലും നമുക്കൊന്ന് ചോറ് കഴിക്കണമെന്ന് വിചാരിച്ചാൽ ഒരു ചമ്മന്തി ഉണ്ടാക്കി, അല്ലെ ഉണക്കമീനുണ്ട്, ഒരു ഉണക്കമീൻ വറുത്ത് അച്ചാറും കൂട്ടി പെട്ടെന്ന് നമുക്ക് ചോറ് കഴിക്കാം. അങ്ങനെ കറിക്ക് നിർബന്ധമൊന്നും ഇല്ലാത്തവർക്ക് മാത്രം കേട്ടോ. എനിക്കങ്ങനെ ഇന്ന കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എനിക്ക് മീൻ നിർബന്ധമാണ്. പച്ചമീൻ ഇല്ലെങ്കിലും ഉണക്കമീൻ എനിക്ക് നിർബന്ധമാണ്. അപ്പം അച്ചാർ ഇപ്പോൾ റെഡിയാവും.
പണ്ടൊക്കെ ഞങ്ങൾ അച്ചാറുകളെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. കൊണ്ടുവന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അത് നാട്ടിലെ അച്ചാർ വേണ്ടാതെ വരിക. നമുക്കിവിടെ ആവശ്യത്തിന് ഇടാവുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എപ്പോൾ വേണമെന്ന് ഇടണമെന്ന് തോന്നിയാൽ പോയി സാധനം വാങ്ങിച്ചിട്ട് വന്ന് പെട്ടെന്ന് നമുക്ക് ഇടാവുന്ന കാര്യമുള്ളൂ. നാട്ടിൽ പോയി വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കണം, അവർക്കതൊരു ദുഃഖമാകും. എന്തിനാ വെറുതെ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സിമ്പിളായിട്ട് അച്ചാർ ഇടാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് അതിനകത്തോട്ട് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാതെ. വെള്ളം നാരങ്ങ മഞ്ഞപ്പൊടി ഇട്ടാൽ കഴിക്കുമെന്ന് പറഞ്ഞു, എങ്കിലും ഒരു തുള്ളി പേരിന് മാത്രം ഇട്ട് കൊടുക്കാം. അയ്യോ അതിപ്പി അതായി. നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഞാൻ ഏറെ ഇടും, കാരണം അത് ഭയങ്കര ടേസ്റ്റ്. അപ്പം ഞാൻ ഇതിനകത്ത് നാരങ്ങ ഇടുവാണേ. നല്ല മണമായിരുന്നു. ഉപ്പില്ല, എരിവുണ്ട്. ഉപ്പില്ല. അപ്പം നാരങ്ങാച്ചാറ് റെഡി. ഈ മാങ്ങാച്ചാറ് മുമ്പ് ഇട്ടായിരുന്നല്ലോ. നാരങ്ങാച്ചാറ് റെഡിയായി. എല്ലാം പെട്ടെന്ന് വരും. ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലേ, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വഴറ്റിയെടുക്കും. അപ്പം എല്ലാവരും കണ്ടല്ലോ എങ്ങനെ നാരങ്ങാച്ചാർ ഇടുന്നത്. നാരങ്ങ ഞാൻ ആവിയിൽ പുഴുങ്ങി ഉപ്പിട്ട് ആവിയിൽ പുഴുങ്ങി വെച്ചാണ്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കടുക് വറുത്ത് അതിനകത്തിട്ട് വഴറ്റിയിട്ട് കറിവേപ്പില ഇട്ടു. പിന്നെ ഉലുവാപ്പൊടി ഇട്ടു, ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു, കായപ്പൊടി. മെയിനായിട്ട് നമുക്ക് കായപ്പൊടിയായിരുന്നു വേണ്ടത്. ഞാൻ കായപ്പൊടി ഇട്ടു. അത് വഴറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നാരങ്ങ കട്ട് ചെയ്ത് വെച്ച് അതിനകത്തിട്ട് വഴറ്റിയെടുത്തു. കാര്യം നിസ്സാരം, സിമ്പിൾ
ഓക്കെ, അപ്പോൾ എല്ലാവരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.